എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സോൾ സൊസൈറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മുടെ ഒറോച്ചി പൂച്ച അതാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും മനസ്സിലാക്കുകയാണ്. സോൾ സൊസൈറ്റി ആകമാനം ഇപ്പൊ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ അകത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അവരെ പിടിക്കാനും ലോക്ക് ചെയ്യാനും തകർക്കാനുമാണ് അവരുടെ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം. സോൾ റീപ്പേഴ്സ് എല്ലാവരും രാവും പകലും ഇല്ലാതെ ഓരോ ഭാഗത്തേക്ക് ഓടി നടക്കുകയാണ്. നമ്മുടെ പൂച്ചയാണെങ്കിൽ കുറച്ചു നേരം ആ കാഴ്ചയൊക്കെ നോക്കി നിന്ന് അവിടുന്ന് ദൂരത്തേക്ക് ചാടി ഓടിപ്പോവും. ഇതാ മറ്റൊരു ഭാഗത്ത് ഒരു സോൾ റീപ്പർ ആളാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ ആയി റുക്കി ആദ്യം കിടന്ന സെല്ലിലേക്ക് വരികയാണ്. സോൾ റീപ്പർ ആണെങ്കിൽ സെല്ലിന്റെ അടുത്തേക്ക് വന്ന് ചുറ്റും നോക്കും. അവിടെ ഇപ്പോ നമ്മുടെ റുക്കിയെ കാണാനില്ല. അവൾ എവിടെ പോകുമെന്ന് ചിന്തിച്ച് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. ഉടനെ മറ്റൊരു ലേഡി സോൾ റീപ്പർ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് പറയും, നീ അന്വേഷിക്കുന്നത് റുക്കിയല്ലേ? അവളിപ്പോ ഈ സെല്ലിലല്ല. അവളെ ഇവിടുന്ന് മാറ്റിയിട്ട് മണിക്കൂറുകളായി എക്സിക്യൂഷൻ നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തോട് ചേർന്ന് ഒരു സ്പെഷ്യൽ സെല്ലുണ്ട്. അവിടെയാണ് റുക്കിയെ ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ സോൾ റീപ്പർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കാരണം വളരെ റെയർ ആയിട്ട് മാത്രമേ അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ നടക്കാറുള്ളൂ. റുക്കിയുടെ പണിഷ്മെന്റിലും അവളുടെ സാഹചര്യത്തിലും അങ്ങനെ ഒരു ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് അവരോട് അങ്ങനെ ചെയ്തു ചിന്തിച്ച് ആ സോൾ റീപ്പർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇതാ ഇവിടെ മൊട്ടത്തലേനും നമ്മുടെ ഇച്ചിക്കോയും അവരാണെങ്കിൽ മണിക്കൂറുകളായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മൊട്ടയുടെ ആ വെപ്പൻ അതങ്ങനെ നൊഞ്ചാക്ക് പോലെ ഓരോ ഭാഗത്തേക്ക് കറങ്ങി തിരിഞ്ഞു വന്ന് ഹീറോയുടെ ബോഡിയിൽ ഒരുപാട് പരുക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് മൊട്ടയ്ക്ക് ഭയങ്കര സന്തോഷം. മൊട്ട പറയും, നീ ശരിക്കും ഭയങ്കര പവർഫുൾ ആണ്, പക്ഷേ നിനക്ക് ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് അത് കുറവാണ്. അത് കേട്ട് ഹീറോ ചിരിച്ച് അവന്റെ വെപ്പൻ അതിലേക്ക് വിരൽ ചൂണ്ടും. അവൻ ആ വെപ്പനിലേക്ക് നോക്കും. അതിന്റെ ഒരു ഭാഗം അത് ഓൾമോസ്റ്റ് തകർന്നിരിക്കുകയാണ്. ഒട്ടയാണെങ്കിൽ വണ്ടർ അടിച്ച് അതിലേക്ക് തന്നെ നോക്കും. കാരണം ഇതുവരെ അവന്റെ ആ വെപ്പൻ അതാർക്കും തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇവനെ കൊണ്ടെങ്ങനെ ഇത് സാധിച്ചു എന്ന് ചിന്തിച്ച് അവൻ ഷോക്ക് ആവുകയാണ്. ഒട്ടയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ആ ഒരു വെപ്പൻ അത് തകർക്കാനാണ് ഹീറോ ശ്രമിക്കുന്നതെന്ന്. അവനത് തകർക്കുന്നതിന് മുൻപ് എനിക്ക് അവനെ മുഴുവനായിട്ടും തകർക്കണം എന്ന് പറഞ്ഞ് മൊട്ടയാണെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യും. അതേസമയം ഇവിടെ ഹീറോ അവന് നന്നായിട്ട് അറിയാം ആ മൊട്ടയുടെ ഏക പവർഫുൾ വെപ്പൻ അത് ഇപ്പൊ അവന്റെ കയ്യിലുള്ള ആ സ്പിയർ ആണെന്ന്. അത് ഹീറോയ്ക്ക് തകർക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവനെ കൊണ്ട് ഈ മൊട്ടയെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയും. അത് മനസ്സിലാക്കിയ ഹീറോ അവന്റെ സ്ക്വാഡ് കയ്യിലെടുത്ത് അങ്ങനെ ഫ്ലൈ ചെയ്ത് അവന് നേരെ വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ലെഫ്റ്റ് ഹാൻഡ് സോൾ റീപ്പറിനെ കാണിക്കും. അവരാണെങ്കിൽ ഒരുപാട് ദൂരം നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് വേറെ ഏതോ വഴിയിലെത്തി നിൽക്കുകയാണ്. അതിനാ മോമോ പെണ്ണ് പറയും, ഓ ഷിറ്റ്, നമ്മളുടെ വഴി അത് വീണ്ടും തെറ്റിപ്പോയി, നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അവിടേക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് അവരിപ്പോ തിരിഞ്ഞു നടക്കും. മറ്റൊരു ഭാഗത്ത് റീബയും നമ്മുടെ കണ്ണാടി പയ്യനും അവർ രണ്ടുപേരും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഏതോ ഒരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ഒരു കൂട്ടം സോൾ റീപ്പേഴ്സ് അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ടെത്തി അവരുടെ പിന്നാലെ ഓടും. ഒറിഹിബിയാണെങ്കിൽ നിലവിളിക്കും, ഓടിക്കോ, അല്ലെങ്കിൽ ആ സോൾ റീപ്പേഴ്സ് എല്ലാവരും നമ്മളെ തല്ലിക്കൊല്ലും. അങ്ങനെ അവർ രണ്ടുപേരും 100-110 മുൻപോട്ടേക്ക് കുതിക്കും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഒറിഹിബയോട് പറയും, നമ്മൾ വെറുതെ ഇങ്ങനെ ഓടിയിട്ട് യാതൊരു കാര്യവുമില്ല, നമ്മുടെ സ്ട്രെങ്ത് ഡ്രെയിൻ ആയി പോവും, ഒന്നുകിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ എസ്കേപ്പ് ആവണമെന്ന് പറഞ്ഞ് അവർ ഒരു സെക്കൻഡ് നിൽക്കും. അപ്പോഴായിരിക്കും ഒറിഹിബയ്ക്ക് വല്ലാത്തൊരു ശബ്ദം കേൾക്കുക. അവള് ചെവിയൊക്കെ അടച്ചു വെച്ച് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അവള് കാണും ഒന്ന് ഭാഗത്തു നിന്നും അവരെ ചുറ്റി സോൾ റീപ്പേഴ്സ് അവർക്ക് നേരെ പാഞ്ഞടുത്തോണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ വഷളാവുന്നെന്ന് മനസ്സിലാക്കിയ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ വീണ്ടും അവളെ പിടിച്ചു വലിച്ച് അവിടുന്ന് ഓടും. അതേസമയം ലോങ് ഷോട്ടില് നമ്മുടെ മുടിയൻ അവനാണെങ്കിൽ ആരുടെയും കണ്ണിൽ പെടാതെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്രദറിനെ ആ ഒരു സോൾ റീപ്പർ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് അവന്റെ സമ്പത്തും വെപ്പനൊക്കെ കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ബ്രദർ ഗാച്ചു ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല, ഒരു പെപ്പർ ബോള് അവിടെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ബോള് പൊട്ടി രണ്ടുപേരുടെയും കണ്ണിൽ മുളക് പോയി. അവര് കണ്ണെരിഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് ഓടും. ബ്രദർ ഗാച്ചു ആണെങ്കിൽ കണ്ണൊക്കെ എരിഞ്ഞ് മുൻപോട്ടേക്ക് ഓടി ഒരു വലിയ കുഴിയിൽ വന്ന് വീഴുകയാണ്. അവന്റെ തൊട്ടു പുറകെ ആ സോൾ റീപ്പർ അവനും അതേ കുഴിയിലേക്ക് വീഴുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കര നാറ്റം. അവര് കണ്ണൊക്കെ തിരുമി കണ്ണിന്റെ വേദനയൊക്കെ പോയതിനു ശേഷം ചുറ്റും നോക്കും. അവർ വീണിരിക്കുന്നത് ഒരു ഗാർബേജിലാണ്. അവിടുത്തെ സ്മെല്ല് അവർക്ക് സഹിക്കാനാവില്ല. എല്ലാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ബ്രോ അവനാണെങ്കിൽ സ്ക്വാഡ് പുറത്തെടുക്കും. അതുകണ്ട് മണ്ടനായ സോൾ റീപ്പർ ആളും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അവന്റെ സമ്പത്തു സ്ക്വാഡ് അതെടുക്കുന്ന ഗ്യാപ്പില് നമ്മുടെ ബ്രോ അവൻ അടുത്തുണ്ടായിരുന്ന ഒരു ഏണിയിൽ ചവിട്ടി മുകളിലേക്ക് കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ആ സോൾ റീപ്പർ ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. കട്ട് ചെയ്താ ഇവിടെ ഹീറോയും മൊട്ടയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മൊട്ടയ്ക്കാണെങ്കിൽ ആ
നമ്മുടെ ഹീറോ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു ഘട്ടം എത്തുമ്പോൾ ഹീറോയുടെ ഫൈറ്റിൽ ഒട്ടയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഹീറോ ആണെങ്കിൽ അവൻ്റെ ഫൈറ്റ് അതങ്ങനെ ചെയ്ത് ചെയ്ത് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ആക്കി എടുക്കും. അതിനുശേഷം കറങ്ങി വന്ന് അവൻ്റെ ആ ഒരു സമ്പത്ത് വെപ്പൻ അതിൽ തന്നെ ആഞ്ഞു വെട്ടുകയാണ്. ആ വെപ്പൻ അതിന് വീണ്ടും ഒരുപാട് തകർച്ച ഉണ്ടാവും. പക്ഷെ മൊട്ടയ്ക്കാണെങ്കിൽ അപ്പോഴും നല്ല കോൺഫിഡൻസ്. ഹീറോ ആണെങ്കിൽ അപ്പോഴും നിർത്താതെ മൊട്ടയെ ആഞ്ഞു വെട്ടുകയാണ്. ചോരയിൽ കുളിച്ച് മൊട്ട അങ്ങനെ നിൽക്കും. നീ എന്നെ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. എൻ്റെ കയ്യിൽ ആ ഹീലിംഗ് മെഡിസിൻ ഉണ്ട്. അതുപയോഗിച്ച് എനിക്കിത് ഞൊടിയിടയിൽ ഹീൽ ചെയ്യാൻ പറ്റും. എന്നെ തകർക്കണമെങ്കിൽ എൻ്റെ ഈ വെപ്പൻ മുഴുവനായിട്ടും തകർക്കണം. അതിനുശേഷം എൻ്റെ കൈ വെട്ടിക്കളയണം. എങ്കിൽ മാത്രമേ എന്നെ തകർത്തില്ലാതാക്കി എന്നെ തോൽപ്പിച്ച് ജയിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും ഹീറോയ്ക്ക് നേരെ വരും. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മൾ രണ്ടിലും ഒരാൾ മാത്രമേ ഇനി ബാക്കിയുണ്ടാവെന്ന് പറഞ്ഞ് അവൻ വീണ്ടും പൊച്ചറം അവന്റെ വെപ്പൻ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാണ്. അതിൽ കൺട്രോൾ പോയ ഹീറോ ആണെങ്കിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് മൊട്ടയുടെ കൈ അതങ്ങനെ വെട്ടിയെറിയും. അവൻ വേദനയിൽ നിലവിളിക്കുകയാണ്. അങ്ങനെ ഫുക്കാഗുവിന്റെ മുൻപിൽ ആ ഒരു മൊട്ട അവരങ്ങനെ തോറ്റ് താഴെ വീഴാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും അവന്റെ ബോധം നശിക്കും. കുറെ നേരത്തിന് ശേഷം ആ മൊട്ട അവൻ കണ്ണു തുറക്കും. എനിക്ക് എന്തു പറ്റി? ഞാൻ ഇതുവരെ മരിച്ചില്ലേ? ഞാൻ എവിടെയാന്നൊക്കെ ചോദിച്ച് അവൻ ഞെട്ടി എഴുന്നേക്കാണ്. അവന്റെ തൊട്ടു മുൻപിൽ നമ്മുടെ ഇച്ചികോ ഇരിക്കുന്നുണ്ട്. അവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ സ്ക്വാഡിന്റെ പുറകിലുണ്ടായിരുന്ന ആ ഒരു മെഡിസിൻ അതുപയോഗിച്ച് ഞാൻ നിന്നെ ഹീൽ ചെയ്തിട്ടുണ്ട്. നിന്നെ കൊല്ലാനോ നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ ലക്ഷ്യം അത് മറ്റൊന്നാണ്. പക്ഷേ ആ മൊട്ടയ്ക്കാണെങ്കിൽ അതൊന്നും കേട്ട് യാതൊരു കുലുക്കവുമില്ല. നീ എന്തിനാ ആവശ്യമില്ലാതെ എന്നെ രക്ഷിച്ചത്? എനിക്കിപ്പോൾ എഴുന്നേക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഞൊടിയിടയിൽ നിന്റെ കഴുത്ത് വെട്ടിയെടുത്തേനെ. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഹീറോ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് സമാധാനത്തിൽ പറയും, നിന്നെ കൊല്ലുക എന്നതോ എനിക്ക് നിന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക എന്നോ ആഗ്രഹമില്ല. ഞങ്ങൾ ഇവിടേക്ക് മൊത്തം 5 പേരും ഒരു പൂച്ചയും എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സോൾ റിപ്പറായിട്ടുള്ള റുക്കിയ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അവളെ സേഫായി തിരികെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ദയവ് ചെയ്ത് അവൾ എവിടെയാണെന്ന് മാത്രം എനിക്ക് പറഞ്ഞു തരണം. അല്പനേരം ആ മൊട്ട അത് കേട്ട് ചിന്തിച്ച് അവൻ കൈ ചൂണ്ടി ദൂരത്തായിട്ട് ഒരു പാസേജ് കാണിച്ചു കൊടുക്കും. അതുവഴി സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു വൈറ്റ് കളർ ബിൽഡിംഗ് കാണാൻ പറ്റും. റുക്കിയ അടച്ചിട്ടിരിക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിനാണെന്ന് അവൻ പറയും. അതിന് ഹീറോ ആണെങ്കിൽ താങ്ക്സ് പറയും. അവസാനമായിട്ട് മൊട്ട പറയും, നിങ്ങളുടെ ടീമിലെ ഏറ്റവും പവർഫുൾ ആയ ആള് നീയാണല്ലേ. നിന്നെ തേടി ഞങ്ങളുടെ മാസ്റ്റർ വരും. ഞങ്ങളുടെ മാസ്റ്ററുടെ പവർ അതെന്താണെന്ന് നിനക്കറിയോ? നിന്നെ കൊണ്ട് അത് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരോട് ഫൈറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഈ ഒരു സമയത്ത്. ഞങ്ങളുടെ ക്യാപ്റ്റന്റെ പേര് സെംബാച്ചി കെറാബെ എന്നാണ് എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.